സരസു സരസ് വൃത്തികേട് ആണല്ലോ. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 മോശം. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. ഞാൻ വിശ്വസിച്ചു. നമ്മുടെ വെടി വന്നത് തമ്പുരാനറിയാ തമാശക്കാണ് ചെയ്ത ഒരു കയ്യബദ്ധം നാറ്റുകരുത്. തമാശക്കായി അത് അവൾ പേടിച്ചു. എന്തോ കണ്ട് പേടിച്ചതാ. എന്ത് അത് ഇന്നലെ ആര് വാഷ്റൂമിൽ പോയി. നിങ്ങൾ കക്കൂസി പോയാ? എന്തിനാ? ദൂരാൻ ഒന്നും മിണ്ടാണ്ടിടാ, ഒച്ച പറട്ടെ. കട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഓഹോ, അത് ശരി. ഇങ്ങനെ സൈഡ് തിന്നി കിടന്ന എന്നിട്ട് ആരുന്നുണ്ട് അപ്പുറം ഇപ്പുറം. എന്താ ഉറക്കം വരുന്നു. ഇങ്ങനെ കൈവച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഷോക്കായി. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ മാവി കിടക്ക് മാവി പോന്ന് പറഞ്ഞൂടെ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. എന്താ സംഭവം എന്ന് പറ. തമ്പുരാനറിയാ ആക്ടിവിറ്റി മുന്നോട്ട് പോകുന്ന ടൈമില് എന്താ ഉറക്കം വരുന്നു. മസ്താനി മോശമായിട്ടുള്ള രീതി അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. And you are sorry to her after that. ഇതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ Do you think it's right? സോറി പറഞ്ഞു. പക്ഷെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വീഴാൻ പോയപ്പോഴോ മനസ്സിലായില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. Oh, you don't even know. വിട്ടില്ലേ? ഇന്നത്തെ കാര്യം റിമെമ്പർ ചെയ്തില്ല. ഇയാൾക്ക് എന്താണ് വയ്യേ? So he is. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. എടാ ഞാൻ ടേബിളിൽ ഇങ്ങോട്ട് നീങ്ങിയപ്പോഴേ മസ്താനി അറ്റത്തുണ്ടായിരുന്നു. ഓഹോ, അത് ശരി. അപ്പൊ സോറി എന്ന് പറഞ്ഞു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അങ്ങോട്ട് പോയപ്പോ ഇടിച്ചു. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. അപ്പൊ ഞാൻ മസ്താനി സോറി എന്ന് പറഞ്ഞു. ക്യാമറ ഉണ്ടല്ലോ. അതിന് ക്യാമറ ഉണ്ടല്ലോ. ഇറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ടച്ച് അല്ല. നീ ഒന്നും പണയണ്ട. ഇൻഅഡ്വേർട്ടഡ്ലി ആണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ കണ്ടോ? അതെ. Come on. Come on, man. കംപ്ലൈന്റ് കണ്ട് ക്യാമറയിൽ എടുത്ത് കാണിക്കട്ടെ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? Ready to face any action. പുകഞ്ഞ കൊള്ളി പുറത്ത്. ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ കട്ടിലോട് കൂടെ എടുത്ത് കൊണ്ടുപോയി റെഡ് സോണിൽ വെക്കാവുന്നതാണ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. നമുക്ക് ഇവനെ കട്ടിലോട് തൂക്കി പുറത്തേക്ക് കൊണ്ടുപോവാം. പുറത്തേക്ക് കൊണ്ടുപോകാനോ? എന്താ കാര്യം? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇളയപ്പം കാണണ്ട.
நம்ம லாசரளைப்பம் கட்டில படுத்திருந்தாரு இப்படி வந்தாரா அவரா அது அவருக்கு என்ன உடம்பு சரியில்லையா ஏன் தூக்கிட்டு போறாங்க தூக்கிட்டு போய் ஆறு தூக்கிட்டு போய் 2 பேர் இப்பதான் தூக்கிட்டு போறாங்க മലയാളം ബിഗ് ബോസിന്റെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ടൈറ്റിൽ സോങ് എഴുതിയത് ആര്? ബിഗ് ബോസിലേക്ക് വരാൻ 5 വർഷം എന്താ ഉറക്കം വരുന്നു. ലീവ് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ആര്യൻ, ആരൊക്കെയാണ് ആര്യൻ? എന്നെ ആരോ വിളിച്ചു. എനിക്ക് ഒരു ധാരണയില്ല ചേട്ടാ. അയ്യോ പാവം പോട്ടെ പോട്ടെ ഒരു ക്ലൂ ഇല്ല, എനിക്ക് അറിയില്ല ചേട്ടാ. പാടിയത് ആരാ, ഒന്നും എഴുതിയത് അറിഞ്ഞൂടാ. ഇല്ല. ഒരു നമ്മൾ ഇങ്ങോട്ട് വന്നു. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. നമുക്ക് ചോദിക്കാൻ പറ്റില്ല ബിഗ് ബോസിനോട് ആരാ പാടിയെന്ന്. ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് ലാലേട്ട വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് കേട്ടിട്ടില്ലേ? ഇല്ല ലാലേട്ട. ബിഗ് ബോസ് കണ്ടിട്ടില്ലേ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. കണ്ടിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടില്ലേ? 100 ദിവസം ബിഗ് ബോസ്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അത് കേട്ടിട്ടില്ല ബിഗ് ബോസ്. സോറി ലാലേട്ട. അതറിയില്ല, തിരിച്ചിട്ട് അറിയില്ല. ഇത് എനിക്കറിയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. അറിയില്ല. ജിഷിൻ, മോനെ എണീക്ക് മോനെ. നീ ഭയങ്കര ചിരിയല്ല പറ. അയ്യോ അത് വേണ്ട. അവരെ സംസാരം ചെയ്ത് കേട്ടപ്പോ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അല്ല, ആരാ എഴുതിയത്? എഴുതിയത് അറിയില്ല ചേട്ടാ. അനീഷ് 5 വർഷം ലീവ് എടുത്ത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബിഗ് ബോസിന് വന്നാണ്. പറയൂ. എനിക്കറിയില്ല സാർ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. മോനെ, നാണക്കേടല്ലേ ഇത്? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും അറിയാം. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും ഇടപെടും. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും പറയും. രക്തം കട്ട പിടിക്കുന്നതിന് കാരണം വിറ്റാമിൻ ഏതാണ്? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? ആ ഡോക്ടർ പറയൂ. കേട്ടോ? പ്ലാസ്മയാണ് കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. പ്ലാസ്മ സെൽസിൽ പ്ലാസ്മ കൈപൊക്കി എന്തിനാണ് പിന്നെ? വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. ഡോക്ടറാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ എല്ലാം നിങ്ങക്ക് നാണം ഉണ്ടോ? എന്താ ഉറക്കം വരുന്നു. എന്തൊക്കെ കാണിക്കുന്ന? ഇത് ഷോ അല്ലേ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. ഞങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഇല്ലേ? ജിഷിൻ, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്? ഇവിടെ മസ്താനി കണ്ണുകൊണ്ട് നോക്കണ്ട. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം. ശരി അനുമോൾ, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. കണ്ട് ഫുള്ള് ഞാൻ കുറേ നേരം വായിച്ചു. രണ്ടും കൂടെ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കണു. ആരാടാ? 4-ാം ദിവസം പുലർച്ചെ 2:05.
എന്റെ കിറ്റ് എവിടെ? എനിക്കറിയില്ല. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ദിവസം പറഞ്ഞിട്ട് ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? ദിവസം പറഞ്ഞിട്ട് കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. വൃത്തികേട് ആണല്ലോ ഇത്. എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ. എന്ന് പറഞ്ഞാൽ മോശം 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 മോശം. എവൾക്ക് ഭ്രാന്തള. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടിന്നാവല്ലോ. രണ്ടും ഒന്നല്ലേ? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. മോനെ, ഇത് അമേരിക്ക അല്ല. അമേരിക്കൻ മാവ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പാവങ്ങളാ. എല്ലാവർക്കും കമ്പി ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മൾ കമ്പി ബോസാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശേഷം ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ എന്റെ പ്രതാപൻ സാറേ. ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കമ്പി ബോസിൽ ലൈവിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആരും മിസ് ചെയ്യില്ല. എല്ലാവരും കമ്പി ബോസ് പോയി കാണുക. അവിടെ അത്രയ്ക്ക് കമ്പി ബോസാണ് നടക്കുന്ന സുഹൃത്തുക്കളെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്തോന്നടേ ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? അതെ, മര്യാദക്കുള്ള വാക്കുകൾ നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. പിതാവിന് പോയി സ്മരിക്കടാ. പിതാവിന് പോയി സ്മരിക്കടാ. അർത്ഥോ മാനിത നിനക്ക് അറിയാം. അണ്ണങ്ങട് പറഞ്ഞു കൊടുക്കണേ. മറ്റേ ഈ വീട്ടിൽ കിടക്കുന്നവരെ ക്രിക്കറ്റ് ബാറ്റിന് ബോളിൽ വിളിക്കണോ? മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേ ഉള്ളൂ. അവൻ എന്നെ ആദ്യം വിളിച്ച പേരെന്താ? തമ്പുരാനറിയാ. വിളിച്ചു. അതാണ് എന്ത് തുടങ്ങിയിട്ട് നീ അങ്ങനെ നീ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. രക്ഷപ്പെടാൻ നോക്കണ്ട. ഒരിക്കലും എനിക്ക് കിട്ടിയ വാക്കത്. ഇവിടെ എല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ്. നീ തന്നെയാണ് വിളിച്ചത് തന്നെ. അതിനൊന്നും ഇല്ലേ? നിന്റെ ഗ്രൂപ്പ് താങ്ങി നടക്കുന്നവർ ചിലപ്പോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയെ? ചില മറു ഗ്രൂപ്പുകാരും പറയും. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പിന്നെ അതാണെങ്കിൽ പേടിയില്ല. ഹൈജീനിക്ക സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അവിടെ പൂപ്പ് ചെയ്താലും മറ്റേ ലാവൻഡർ മണം വറുത്തു. അവിടെ പൂപ്പ് ചെയ്താലും മറ്റേ ലാവൻഡർ മണം വറുത്തു. ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ചാ വന്നിരിക്കുന്നു മലയാളി. അവിടെ വാഷ്റൂമിൽ പോയിരിക്കാണല്ലോ. അപ്പൊ ബിന്നിയല്ലേ
ഹൈജീനിക്കുന്ന ആളാണ്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. മണമൊന്നും ഉണ്ടാവില്ല, മറ്റേ ഇതായിരിക്കും, മറ്റേ ലാവൻഡർ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയെ? കിച്ചൺ ടീമിന് അനുഭവമല്ലേ എന്റെ ജീവിതത്തിൽ. എന്തൊരു നാറ്റത്. ഞാൻ ഇവിടെ പോകില്ല, എവിടെ അവിടെ അപ്പിട്ടാലും ഇവിടെ കുഴപ്പമില്ല, അത് ഞാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ കാണൂല ഇനി. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. അനുഭവം പോയ സ്ഥലത്ത് കക്കൂസിട്ട് ഞാൻ ഒരിക്കലും പോകില്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഞാൻ എലിയായാലും പുലിയാണ്, പിന്നെ ജീവിതത്തിൽ അപ്പിടൂല. ആ ജീവിതത്തൊക്കെ ഇടട്ടെ. പിന്നെ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. രേണു ചേച്ചിയാണ് എന്താ ഉറക്കം വരുന്നു ആയിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുടിയൊന്ന് മാറ്റിയ മതി, പേനിന്റെ ചാകരയാ ചാകര. കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ ഇവിടെ പാടാ. കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വേണ മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. എന്ന് വെച്ചാ രേണു ചേച്ചിയാണ് പുതിയ പരാതി എഴുതിക്കോ. ബെഡ് ഇങ്ങനെ വ്ലാവ്ലൂന്ന് കിടക്കുവാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചെയ്തോളാം എന്നെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. എന്റെ പൊന്നു തത്തമ്മ, അമ്മ കൊണ്ട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. അതിനൊന്നും ഇല്ലേ? ബാത്റൂമിനകത്തിരുന്ന് കരയാന്ന് വെച്ചാൽ നടക്കത്തില്ല, ആൾക്കാരുണ്ട്. കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സെന്ററിൽ കൂടെ കേറി പോവില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. നീ ഒന്നും പണയണ്ട. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. പോടായിരുന്നു. കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കേട്ട് ഞാൻ മടുത്തു. അടച്ച് കിടക്കണത് കണ്ടു. പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ പറഞ്ഞതുകൊണ്ട് നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എന്നെ നീ സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാരാരാണ്? എന്താ ഉറക്കം വരുന്നു. ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആരെയാണ് ഉദ്ദേശിച്ചത്? വിട്ടില്ലേ? എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക്. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് പറയാം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? ഭയങ്കര മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും. അവിടെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ആളിനെ നമുക്ക് മനസ്സിലായി. ലക്ഷ്മി ആരെയാണ് ഉദ്ദേശിച്ചത്? ലക്ഷ്മി അതിനുശേഷം അത് പറഞ്ഞിട്ടുണ്ട്. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. അത് ശരിയായ കാര്യമാണോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നിങ്ങൾ ഈ ഷോ കണ്ടിട്ടാണ് വരുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ വരരുത്. 100%
ഞാൻ യോജിക്കുന്നു. ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ മോശം 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 മോശം. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാൻ എനിക്കിവിടെ സമയമില്ല. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ഇവിടെ ഇരിക്കുന്ന ആരും അതിനെ പ്രതികരിച്ചില്ല. ഇത് ആദിലെ നൂറെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞത്. മസ്താനിക്ക് എന്താണ് കുഴപ്പം? മസ്താനി ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇയാൾക്ക് എന്താണ് വയ്യേ? എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര്. നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ലെന്ന്. ഇവിടുത്തെ പണി പോയി. നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? വിട്ട ആയുധം, വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അപ്പൊ ഇറങ്ങി പൊക്കോളൂ. ഇപ്പൊ എന്താ പറഞ്ഞ? അപ്പൊ ഇറങ്ങി പൊക്കോളൂ. ഷോയിൽ നിന്ന് ഇറങ്ങി പൊക്കോളൂ. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ വലിയവനാടാ. കാണുന്നതല്ലേ നിങ്ങളുടെ അമ്മയും മകളും. എന്റെ ഡാഡി എന്നെ കൊല്ലും. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മദറാണ് സത്യം. ഞാൻ ഇനി നല്ല കുട്ടിയായിക്കോളാം. മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. വളരെയധികം പ്രശ്നം ഉണ്ടാവും ലക്ഷ്മി. അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും. 2 പേരും പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ്. അതിനൊന്നും ഇല്ലേ? നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടൂല്ലടാ. ഇവിടെ എഴുന്നേറ്റ് വാടാ. തമാച്ചോർന്നിട്ടാ അവനെന്റെ പാൻറ്റൂരിട്ടാ. എനിക്ക് തീറ്റിടാ. ഞാൻ തിപ്പായടാ. ഞാൻ ഇവരെ കൂടി മുതലെടുക്കണേണ സജി. കൊതിയുണ്ടാടാ. ഉരുവയ്ക്കാതെ ബസറടിക്കില്ല. ഇത് തന്നെ അവസരം. തമാശ. അത് ശരി. എന്നെ ഉറക്കിട്ട് ഇവിടെ ഇതാണല്ലോ ഈ പരിപാടി. ബാക്കിയുള്ളവനെ അസൂയപ്പെടുത്താതെ. തൽക്കാലം 1 മിനിറ്റ് നേരത്തേക്ക് ടാസ്ക് നിർത്തിവെക്കുക. എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ഞങ്ങള് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ചു വാങ്ങാനോ, ഇത് കിട്ടണത് നീ മേടിച്ചോ? ഞങ്ങളെ പണിയെടുപ്പിക്കാനോ ഗസ്റ്റ് ആളല്ല. 100% ഞാൻ യോജിക്കുന്നു. തൊഴിലവകാശ ലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കും. ആദ്യം നീ ആ കൈ ഇങ്ങോട്ട് തന്നെ. ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ. താടിയും മുടിയും വളർത്തിയ
മഹാത്മാഗാന്ധിജി നീ ബാഗ് എടുത്തോ, ഇവിടെ ഒരു ജാലിയൻ വാലാബാഗ് സൃഷ്ടിക്കണ്ട. വാ നമുക്ക് ദണ്ഡി യാത്രക്ക് പോകാം. വാ. നീ കൂടെ ഉണ്ടെങ്കിൽ തെണ്ടി യാത്ര. ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇനി ഇതൊരു 10,000 പ്രാവശ്യം തട്ടിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല. തൂത്താലും പോകാത്ത കുറെ വേസ്റ്റുകൾ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സംസാരിക്കണം. സീറോ സ്റ്റാൻഡേർഡ് ഈ ഹൗസിൽ എന്താ ഞാൻ ഇത്രയും കാലം പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. പൊട്ടിക്കാൻ പോകുന്നു, ഇപ്പൊ പൊട്ടിക്കും, അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. എന്നോട് മോശമായിട്ട് നവീൻ എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. പല പ്രാവശ്യം ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഡബിൾ മീനിങ്ങോട് കൂടി എന്താ ഉറക്കം വരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ബോഡിയിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തുടരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അവൻ വീണ്ടും 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 അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ മോശം ബിഹേവ് ചെയ്യുന്ന നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. നിൽക്കാൻ അർഹനല്ല. 100% ഞാൻ യോജിക്കുന്നു. വന്ന അന്ന് മുതൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് ആണല്ലോ. അവന്റെ അടുത്ത് നീ മോശം ബിഹേവ് പല പ്രാവശ്യം ഒരു പ്രാവശ്യം കൈനെ അടിച്ചിട്ടുണ്ട് ഞാൻ. വെറുതെ വൃത്തികേട് കാണിച്ചു തന്നെ പറയണോട്ടെ. വൃത്തികേട് കാണിക്കായിരുന്നു. ഞാൻ എന്റെ ബെഡിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അഭിലാഷിനോടും ഇങ്ങനെ ഒരു ബിഹേവ് അവൻ ചെയ്തു. സ്ഥിരാണല്ലേ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. എന്തോ നീ ഗിരീഷേട്ട കൊല മാസ. സാർ എന്താ നീ വലിയവനാടാ. അവിടെ ഒരു പ്ലാച്ചി. വിധി ഞാൻ വായിക്കാം. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു, ഇപ്പൊ പൊട്ടിക്കും, അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. മസ്താനി, യു ആർ എവിക്റ്റഡ്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബൈ ബൈ മസ്താനി. പണിക്ക് വേണ്ടി ഇയാൾക്ക് എന്താണ് വയ്യേ? എന്ന് പറഞ്ഞാൽ മോശം 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 മോശം
നീ വലിയവനാടാ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നല്ല രീതിയിൽ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കംബാക്ക്, മനസ്സിലായോ? ചിരിച്ചു പോയനെ. അധികം നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അതിനൊന്നും ഇല്ലേ? ഇയാളുടെ തരത്തിൽ പോയി കളിക്കണോ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തിൽ പോയി കളിക്കടാ. എത്ര കഴുകി പോയിട്ട് പോടോ താൻ. അതിലേക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലേ? ഇയാൾക്ക് എന്താണ് വയ്യേ? മാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്. ഇയാള് പോവാൻ നോക്ക്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോവും, കണ്ടിട്ടേ പോവും. ഞാൻ കഴുകിക്കൊണ്ട് എന്ന് പറഞ്ഞാ മോശം 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 മോശമായി. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഒരു 1500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് നോക്കാം. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ എന്ത്? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നാട്ടിച്ചു പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു. ഇത് പട്ടച്ചാരായല്ല, വാർണിഷാണ്, വാർണിഷ്. എന്ത് വിഷമാണേലും വേഗം തൂത്ത് വൃത്തിയാക്കണ കൊരകന്മാര്. താങ്ക് യു, താങ്ക് യു. മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. ചെറിയൊരു എവിക്ഷനിലേക്ക് എനിക്ക് പോയേ പറ്റുള്ളൂ. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എവിക്ഷനും ഉണ്ടാവും, എവിക്ഷനും ഉണ്ടാവും. നമുക്കതിലേക്ക് പോകാം. നമ്മൾ എന്താ ഉറക്കം വരുന്നു? എവിക്ഷനുള്ള 6 പേര് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒന്ന് ഗാർഡൻ ഏരിയയിലേക്ക് പോകണം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അറിയില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. എനിക്ക് കിട്ടിയ നമ്പർ 1 ആണ്. അതിനൊന്നും ഇല്ലേ? അനുമോൾ എണീക്കോ. അനുമോൾ പുറത്തേക്ക് പോവൂ. ഇപ്പൊ എന്താ പറഞ്ഞ? എന്താ ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസ് പറയും. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കെട്ടണ്ട. ഇയാൾക്ക് എന്താണ് വയ്യേ? അതിലെ കൺഗ്രാറ്റുലേഷൻസ്. ഇതൊക്കെ എന്ത്? നൂറ ആൻഡ് അനുമോൾ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക. എന്ന് പറഞ്ഞാ മോശം 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 മോശം. നിങ്ങൾക്ക് എന്താ പുറത്തിറങ്ങിപ്പോയത്? നിങ്ങള് ഇനി കിട്ടണത് നീ മേടിച്ചോ. സന്തോഷം കൊണ്ടുപോയത്. ചൈന ഭാഷ പറയുന്നോടാ. നൂറ എന്താ പുറത്തിറങ്ങിപ്പോയത്? നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. അനുമോൾ എന്താണ്? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബാക്കിയുള്ളവരാരും ഇവിടെ കളിക്കാൻ വന്നല്ലേ? വെറുതെ. ബാക്കിയുള്ളവരെല്ലാരും അവിടെ ഇരിക്കുകയല്ലേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാക്കിയുള്ളവരെ തീരുമാനിച്ചോളൂ.
ഇവിടുത്തെ പണി പോയി. ബിഗ് ബോസ് തീരുമാനിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഈ ഷോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലൈൻ കട്ട്. ആര്യൻ, അപ്പൊ എന്താ ഞാൻ പുലിയല്ല എന്നുള്ളൊരു ഹെൽമെറ്റ് പോലെ ഇല്ലേ, അത് തലയിൽ വെച്ചോളൂ. എന്താ ഉറക്കം വരുന്നു. ബിഗ് ബോസ് പറയുന്നത് വരെ അത് തലയിൽ വെക്കണം. അയാൾക്ക് വായിക്കാൻ അറിയാം. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പിന്നെ ഞാൻ പുലി അല്ല, ഞാൻ എലി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. വെച്ചോളൂ. എങ്ങനെയുണ്ട് ലാലേട്ടാ? വളരെ നന്നായിട്ടുണ്ട്. ആ മുട്ടയും കൂടെ അടിച്ചിരുന്നെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഇത് ബിഗ് ബോസ് പറയും, അപ്പോഴേ ഇത് ഊരാവുള്ളൂ. ആ കാര്യം ഞാൻ എത്തി. ഊരിയാൽ അതിന് വേറെ പണി കിട്ടും. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. പറ്റുമോ മോനെ, കുളിക്കുമ്പോ കുളിക്കാറുണ്ടോ? വേണ മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. കുളിക്കുമ്പോ അത് ഊരി വെക്കുക. കുളിക്കുക, മനസ്സിലായി. നന്നായിട്ട് തല തോർത്തിയ ശേഷം തലമുടി ചീവിട്ട് വീണ്ടും വെക്കുക. ഉറങ്ങുമ്പോ ഇടണോ? ഉറങ്ങുമ്പോ ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്നെ ഊരുകയാണോ അതോ നീ കറക്റ്റായിട്ട് ചോദിക്കുകയാണോ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എന്നെ ഊരാൻ വേണ്ടി ചോദിച്ചാണോ അതോ ശരിക്കും വേണ്ടി? ടാസ്ക് മോനെ, ആപ്പച്ചട്ടിയില് അരി വറക്കരുത്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. നീ പോടാ മോനെ. എല്ലാരും വിളിച്ചു. അനുവിനെ ഇങ്ങനെ പുഷ് ചെയ്തോ? മഷാനിയെ കൊണ്ട് തള്ളിച്ചോ? വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ മേലത്ത് വെള്ളം ഒഴിപ്പിച്ചു. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല. എന്താ മഷാനിയാണോ ട്രിഗർ ചെയ്തത്? എന്താ ഉറക്കം വരുന്നു. പറഞ്ഞു തമാശക്ക് തള്ളെന്ന് പറഞ്ഞു. ഞാൻ തള്ളി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? അതായത് മഷാനിയുടെ ദേഹത്തൊട്ട വലിയ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പ്രശ്നം. മഷാനിക്ക് ഒരാളെ തള്ളാൻ പറഞ്ഞാൽ തള്ളാം. ഫ്ലാഷ് ബാക്ക്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. എന്താ സംഭവം എന്ന് പറ. തമ്പുരാനറിയാ. ആക്ടിവിറ്റി മുന്നോട്ട് പോകുന്ന ടൈമില് എന്താ ഉറക്കം വരുന്നു. മസ്താനി മോശമായിട്ടുള്ള രീതി അങ്ങനെ ടച്ച് ചെയ്തു. സോറി ടു ഹർ ആഫ്റ്റർ ദാറ്റ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഡു യു തിങ്ക് ഇറ്റ്സ് റൈറ്റ്? സോറി പറഞ്ഞു, പക്ഷെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എനിക്ക് കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഫ്ലാഷ് ബാക്ക്. എന്ത് തള്ളാണ് മഷാനി, എന്ത് തള്ളാണ്, എന്ത് തള്ളാണ് മഷാനി, എന്ത് തള്ളാണ്. ഞാൻ വരട്ടെ. അനീഷ് കുളത്തിലൊക്കെ നീന്താറുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് എന്താ ഉറക്കം വരുന്നു. ടാസ്ക് ഒക്കെ തരുമ്പോ കുളമാക്കാൻ നോക്കും. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ആര്യൻ, ഇപ്പൊ എന്താ ഇത് ഞാൻ കുളമാക്കി തരാം എന്ന് പറയുന്ന കേട്ടു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല ലാലേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞോ? എല്ലാരും വിളിച്ചു. പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും കിട്ടണ്ടായെന്ന് നല്ല ചിന്താഗതി പലർക്കും ഉണ്ടായിരുന്നു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒനിയിലുണ്ടായിരുന്നു, വെറുതെ ആദിലൊക്കെ ഉണ്ടായിരുന്നു. അനുമോൾ എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ?
ഇത്രയും സ്ട്രിക്റ്റ് ആകണമായിരുന്നോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആരാണ് ഈ ഗെയിം കുളമാക്കിയത്? അനീഷ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. എന്താണ് അനീഷ് ആ കുപ്പികളൊക്കെ എടുത്ത് എറിയാൻ തോന്നിയത്? ഫ്ലാഷ് ബാക്ക്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്ന് പറഞ്ഞാൽ മോശം 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 മോശമായി. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാട്ടികളെ. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലി. ഫ്ലാഷ് ബാക്ക്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. അനീഷ് ആ കുപ്പികളൊക്കെ എടുത്ത് എറിയാൻ തോന്നിയൊരു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ. മതി